ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അതായത് വ്യാഴം വെള്ളിയാണ് ട്രിപ്പ് പോയത്. വെള്ളിയാഴ്ച രാത്രിക്ക് തന്നെ തിരിച്ചെത്തി. ഇത് ശനിയാഴ്ച ദിവസമാണ്. നമ്മൾ പിന്നെ എറണാകുളത്ത് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്തേക്ക് പോയി. അവിടുന്ന് ആ ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ എന്താ പറയുക, കുറച്ച് പൊന്നൂന് ചെന്നൈ സിൽക്സിൽ നിന്ന് സാരിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അതിനുള്ള ബ്ലൗസ് മെറ്റീരിയലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോഡ്വേയിലോട്ടേക്ക് വന്നു. ബ്രോഡ്വേയിൽ വന്ന് അവർക്കുള്ള പീസും കാര്യങ്ങളും. ഇതെന്താ രാധാകൃഷ്ണ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കിതിനെപ്പറ്റി ബ്രോഡ്വേയിൽ ഇത്രയും നല്ല കടകളുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവിടുന്ന് നേരെ തിരിച്ച് ബ്രോഡ്വേയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് നനേഷേട്ടന് എന്താ സംഭവം, നനേഷേട്ടൻ എന്തൊക്കെയോ പണി ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പാൻറ്റും ടീഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി വന്നു. അതിലൊക്കെ നമ്മൾ അവിടുന്ന് എന്താ കഴിച്ചത്, ഒരു ഇളനീര് വെള്ളവും അതിൻ്റെ ഇതൊക്കെ കഴിച്ചായിരുന്നു. ഇളനീരും അതിൻ്റെ ഫ്ലഷൊക്കെ കഴിച്ചായിരുന്നു. അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങി നേരെ നമ്മൾ ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റുള്ള എംപയർ പ്ലാസയിലെ അവിടെ വന്നു. അവിടുത്തെ ഫിഷ് മീൽ എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ്. ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അധികം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ട് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല ഫുഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട നമ്മളിപ്പോൾ മലബാർ ദം ബിരിയാണി ആണെങ്കിലും എനിക്ക് പക്ഷേങ്കിൽ അവിടുത്തെ മന്തി വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിരിയാണി ഓക്കെയാണ്. പിന്നെ ഇതും എന്താ പറയുക, ഫിഷ് മീലൊക്കെ അടിപൊളിയാണ് സംഭവം കേട്ടോ. ബാക്കി മന്തീൻ്റെ ഒരു പ്ലാറ്റർ ഒരു സമയത്ത് നമ്മൾ കഴിച്ചായിരുന്നു. അതത്ര വലിയ രസമായിട്ട് തോന്നിയിട്ടില്ല. ഈ മീലിൻ്റെ അകത്തേക്ക് പായസമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇന്നത്തെ പായസം കൊള്ളില്ലായിരുന്നു. അവിടുന്ന് നമ്മളന്ന് പാറുവിൻ്റെ മേക്ക് ഓവർ ചെയ്ത് അതേ സ്റ്റുഡിയോ എന്താ പറയുക സലൂണിലേക്ക് വന്നു. ധനേഷാണ് ഒരു ഡീടാൻ ചെയ്തു. ഞാനും പൊന്നു ഹെയർ സ്പാ, ഹെയർ കട്ട്, ഹെയർ സെറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. കോംബോ A1 തൃപ്പൂണിത്തുറയാണ്. എൻ്റെ ഈ വീഡിയോ തൃപ്പൂണിത്തുറയിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ പോയിക്കോ, അവിടെ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഹെയർ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പോയി ടയേർഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഹെയറിലാണെങ്കിലും ഒരു മാസ്കൊക്കെ ഇട്ട് ഒരു സ്പാ കിട്ടുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലോ. അതപ്പോൾ റിലാക്സ് ചെയ്യാനുള്ള മൂഡായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ പുട്ടും പഴമാണ് ഉണ്ടായത്. അതൊക്കെ കഴിച്ചു തിരിച്ച് നേരെ ഇങ്ങനെ എറണാകുളത്തേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നു. പാറുവാണ് എനിക്ക് എടുത്തിരുന്നത് കേട്ടോ. ഞാൻ നല്ല ഉറങ്ങുന്നൊരു ഫീലിലാണുള്ളത് ഹെയർ സ്പാ ചെയ്യുന്ന സമയത്തോട്ടേക്ക്. എന്താ പറയുക, നല്ല ഫീലാണ് ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടുകാരല്ല, അവർ നേപ്പാളി എന്നല്ല, നേപ്പാൾ ആ ഭാഗത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. നല്ല സുഖമുണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ ഇതേപോലെ തന്നെ സ്റ്റീമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് എന്തായാലും നമ്മൾ അയൺ ചെയ്ത് നമ്മളെ മുടിയിലേക്ക് പിന്നെ ഹീറ്റ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അവരൊന്ന് ട്രൈ ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. അവിടെ നമ്മൾ പിന്നെ ഇറങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, ചോറെടുപ്പത്തുണ്ട്, കോട്ടപ്പാര് വറവും മീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ മീൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് എല്ലാം എടുക്കാൻ വിട്ടുപോയി. പിന്നെ പോയി വന്ന് നമ്മളൊന്ന് സെറ്റായില്ല. അപ്പം അതുകൊണ്ട് ഒരു ട്രാക്കിലേക്ക് വന്ന് വീഴുന്നില്ല. ജോലി ചെയ്യുന്ന കാര്യത്തിലാണ്. അലക്കും കാര്യങ്ങളൊക്കെ രാവിലെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയത്. വൈകുന്നേരം വന്ന് എല്ലാവർക്കും ഉള്ള എന്താ പറയുക ഇതും കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഇതിലോട്ടൊക്കെ നമ്മൾ പായസവും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കാണിക്കണമെന്ന് ഞാൻ ഇതൊക്കെ മറന്നു പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പം ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്ത് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് പാറമാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് യൂട്യൂബ് കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും മറന്നൊന്നും പോകരുത് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ അധികം വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം പറയലില്ല. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ കേട്ടോ. അടുത്ത വീഡിയോ കാണാം.